ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ഗ്രാനീസ് സ്പെഷ്യൽ. ഇന്ന് നമുക്ക് പംകിൻ കൊണ്ടൊരു പുഡിംഗ് ഉണ്ടാക്കാം. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. പംകിൻ 2 ലെയർ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 750 മില്ലി മിൽക്ക്, ഒരു 500 പംകിൻ വേവിച്ച് 2 ഗ്രാമ്പൂ ഇട്ട് വേവിച്ച് മിക്സിയിൽ അടിച്ചത്, 250 ഗ്രാം പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ, 1 കപ്പ് സേമിയ, വാനില എസൻസ്, ഓറഞ്ച് എസൻസ്. ഇത്രയാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കാരമൽ ചെയ്യാനായിട്ട് ഇടണം. കാരമലായി വരുമ്പോഴേക്കും നമുക്ക് വേറെ ഒരു പാനിൽ കുറച്ച് വെള്ളം, സേമിയ തിളപ്പിക്കാനായിട്ട് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം. പഞ്ചസാര കാരമലായി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നമുക്ക് സിറപ്പാക്കി മാറ്റാം. സേമിയ തിളയ്ക്കാനുള്ള വെള്ളം ഇവിടെ തിളച്ചു. അതിലേക്ക് നമുക്കൊരു കപ്പ് സേമിയ ഇടാം വേവിക്കാനായിട്ട്. സേമിയ വേകുന്ന നേരം കൊണ്ട് നമുക്ക് പംകിൻ ഒന്ന് വഴറ്റിയെടുക്കണം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പംകിൻ ഇങ്ങോട്ട് ഒഴിക്കുക, ഇതിലേക്ക് ആഡ് ചെയ്യുക. വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ പകുതി ഇതിലേക്ക് നമ്മൾ യോജിപ്പിക്കണം. സേമിയ വെന്തു. അതിലേക്ക് 250 മില്ലി പാല് നമ്മൾ ചേർക്കണം. അതിനോട് കൂടെ തന്നെ ബാക്കിയുള്ള പഞ്ചസാരയും ഇതിൽ ചേർത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. പംകിൻ ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് യോജിപ്പിക്കണം. എന്നിട്ട് കൈവിടാതെ ഇളക്കണം. പംകിൻ ലെയർ റെഡിയായി. നമ്മളിത് തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. സേമിയ വെന്ത് പാല് ഒരുമാതിരി വറ്റി. അപ്പം നമ്മൾ ആദ്യം കാരമൽ ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യുക. സേമിയ ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ അടുപ്പിൽ നിന്ന് വാങ്ങി തണുക്കാൻ വെക്കണം. 1 തുള്ളി ഓറഞ്ച് എസൻസും കൂടെ അതിൽ യോജിപ്പിക്കുക. ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് പംകിൻ കുക്ക് ചെയ്തത് ഒഴിക്കുന്നു. ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച പംകിൻ്റെ ലെയറിൻ്റെ മുകളിലേക്ക് ഈ സേമിയ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് തണുക്കാനായിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച ശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കാം. 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമല്ലോ.